ഹലോ മക്കളെ, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം മനൂഫ്. മക്കളെ, നമ്മുടെ SSLC ഹിന്ദി പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് വിശേഷൺ ശബ്ദ ചുൻകറിലേക്ക്. നിങ്ങൾക്ക് മോഡൽ എക്സാമിന് വന്നിട്ടില്ല, പക്ഷേ ചിലപ്പോൾ പബ്ലിക്കിന് വരാൻ സാധ്യതയുണ്ട്. അതായത് 1 മാർക്കിനാണ് ഇത് വരികയാണെങ്കിൽ വരിക. 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ ഒരു സംഭവം കണ്ട് പഠിച്ചെടുക്കാം. അപ്പോൾ മക്കളെ, ഈ വിശേഷണം എന്ന് പറഞ്ഞാൽ അതൊരു കോംപ്ലിമെന്റ് ആണ് അല്ലേ? നമ്മൾ ഏതെങ്കിലും ഒരു വസ്തുവിനോ അല്ലെങ്കിൽ മനുഷ്യന്മാർക്കോ സ്ഥലത്തിനോ എന്തെങ്കിലും ഒരു സാധനത്തിന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു കോംപ്ലിമെന്റ് കൊടുക്കുകയാണെങ്കിൽ ഒരു ക്വാളിറ്റി കൊടുക്കുന്നതിനാണ് നമ്മൾ വിശേഷണം എന്ന് പറയും, അല്ലെ ഇംഗ്ലീഷിൽ ഇതിന് അഡ്ജക്റ്റീവ് എന്ന് പറയും. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു മനുഷ്യനെ നമുക്ക് എന്തൊക്കെ പറയാം? നല്ല മനുഷ്യൻ, ചീത്ത മനുഷ്യൻ, ബുദ്ധിയുള്ള മനുഷ്യൻ, ബുദ്ധിയില്ലാത്ത മനുഷ്യൻ, ഉയരമുള്ള മനുഷ്യൻ, ഉയരമില്ലാത്ത മനുഷ്യൻ, അല്ലേ? അങ്ങനെ പല രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, മനുഷ്യന്മാരെ ക്വാളിറ്റി കൊടുക്കാറുണ്ട്. അതേപോലെ ഇപ്പോൾ ഈ ഒരു ഷർട്ട് ആണെങ്കിൽ കറുത്ത ഷർട്ട്, അതേപോലെ തന്നെ വെളുത്ത പ്രിന്റ്, ഇങ്ങനെയൊക്കെ നമുക്കറിയാം, ഫുൾ കൈയുള്ള ഷർട്ട്, അല്ലേ? അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ക്വാളിറ്റി കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ഒരു വിശേഷണം കൊടുക്കാൻ പറ്റും. അപ്പം ഈ വിശേഷണം എന്ന് പറഞ്ഞാൽ മക്കൾ ഇത്ര മനസ്സിലാക്കിയാൽ മതി. നിറം കൊണ്ട്, കളർ കൊണ്ടോ, അതല്ലെങ്കിൽ ക്വാളിറ്റി കൊണ്ട്, എന്തെങ്കിലും ഗുണം കൊണ്ടോ, അതുമല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഷേപ്പ് കൊണ്ട്, ഇപ്പൊ കള്ളിയിലുള്ളത്, വട്ടത്തിലുള്ളത്, ഉരുണ്ടത്, മെലിഞ്ഞത്, ഇങ്ങനെയൊക്കെയുള്ള ഷേപ്പ് കൊണ്ടോ, അതുമല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള നമ്പറുകൾ കൊണ്ട്, ഇപ്പൊ ഒന്നാമത്തത്, രണ്ടാമത്തെ, ഒന്നാമത്തെ കുട്ടി, അവസാനത്തെ കുട്ടി, ആദ്യത്തെ കുട്ടി, അടുത്ത കുട്ടി, ഇങ്ങനെയൊക്കെ നമ്മൾ പറയില്ലേ? അപ്പൊ അങ്ങനെ നമ്പറുകൾ കൊണ്ടോ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു സാധനത്തിന് നമ്മൾ കൊടുക്കുന്ന ആ ക്വാളിറ്റിക്ക് അല്ലെങ്കിൽ കോംപ്ലിമെന്റിന് നമ്മൾ പറയുന്ന പേരാണ് വിശേഷണം. ഓക്കെ, അപ്പൊ നമുക്ക് ഈ വിശേഷണത്തിന്റെ ചോദ്യം എങ്ങനെ ഹിന്ദിയിൽ വരിക നോക്കല്ലേ? സാധാരണയായിട്ട് കൺവെൻഷണൽ ആയിട്ട് ചോദിക്കുന്ന ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ്. നിങ്ങൾക്ക് ഇങ്ങനെ ചോദ്യം വരും, വിശേഷൺ ശബ്ദ കോൻസാഹെ എന്നുള്ള ചോദ്യം വന്നിട്ട് ഇങ്ങനെ ഒരു ചോദ്യം വരും. അതായത് ഇപ്പോൾ 2 വാക്ക് തരും, അല്ലെ? ബഡേ ബഡേ മഹാരഥി, ഇങ്ങനെ വാക്ക് വന്നിട്ട് ഇതിൽ വിശേഷണം ഏതാണെന്നാണ് നിങ്ങളോട് ചോദിക്കുക. അപ്പൊ അങ്ങനെ ആകുമ്പോൾ നമുക്ക് വളരെ സിമ്പിൾ ആണ്. ഇതിൽ ഫസ്റ്റത്തെ വേർഡ് ആയിരിക്കും എന്ത്? വിശേഷണം. ബഡേ ബഡേ മഹാരഥി എന്ന് പറഞ്ഞാൽ വലിയ വലിയ മഹാന്മാർ, അല്ലേ? സോ ബഡേ ബഡേ എന്നുള്ളതാണ് ഇതിലെ വിശേഷണം. മഹാരഥി എന്ന് പറഞ്ഞ സാധനത്തിന് കൊടുത്തിട്ടുള്ള വിശേഷണമാണ്. ഇനി അടുത്ത അഗല സുബഹ്, അടുത്ത ദിവസം രാവിലെ, അല്ലെങ്കിൽ അടുത്ത രാവിലെ. അപ്പോൾ നെക്സ്റ്റ് അടുത്ത എന്നുള്ള ഈ അഗല എന്ന് പറഞ്ഞ വാക്കാണ് ഇതിലെ വിശേഷണം. ഇനി അടുത്ത ഹരാഗേത്ത്, പച്ചവയൽ, അല്ലെ? അല്ലെങ്കിൽ പച്ച വിരിപ്പാർന്ന വയൽ. അപ്പൊ ഹര എന്ന് പറഞ്ഞ കളറാണ് ഇതിലെ വിശേഷണം, ഗേത്തിന് കൊടുത്തൊരു വിശേഷണമാണ്. ഇനി ടൂട്ട പഹിയ, പൊട്ടിയ ചക്രം, അല്ലെ? അപ്പൊ പൊട്ടിയ എന്നുള്ള ടൂട്ട എന്ന് പറഞ്ഞ വാക്കാണ് ഇതിലെ വിശേഷണം. അപ്പൊ ഇങ്ങനെ വന്നാൽ നമുക്ക് വളരെ എളുപ്പമാണ്, നമുക്ക് ആ ഫസ്റ്റത്തെ വേർഡ് ആയിരിക്കും. എന്നാൽ ഇടയ്ക്കൊക്കെ ചിലപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ചോദ്യം വരാറുണ്ട്. കാക്കാങ്ങാറിന്റെ നേരെയാണ് വരിക, 4 എണ്ണം നിങ്ങൾക്ക് തരും, 4 ഓപ്ഷൻ തന്നിട്ട് 4 എണ്ണത്തിൽ ഏതാണ് വിശേഷണം എന്ന് ചോദിക്കും. ഇവിടെ നോക്കിയാൽ കക്ഷ എന്നുള്ള ഒരു വിശേഷണമാണോ? കക്ഷ എന്ന് പറഞ്ഞാൽ ക്ലാസ് എന്നാണ് അർത്ഥം. അപ്പൊ നിങ്ങൾക്ക് ഒരു അർത്ഥം മനസ്സിലാക്കിയാലേ ഇതിന് ഉത്തരം കിട്ടുള്ളൂ. അപ്പോൾ കുറേയൊക്കെ സിമ്പിൾ ആയിരിക്കും. നിങ്ങൾ അതിൽ നിറം കൊണ്ടോ, അല്ലെങ്കിൽ ആകൃതി കൊണ്ടോ, അല്ലെങ്കിൽ നമ്പർ കൊണ്ടോ എന്തെങ്കിലും ക്വാളിറ്റി കൊടുക്കുന്നുണ്ടോ നോക്കിയാൽ മതി, ഏതെങ്കിലും ഒരു വാക്കിന്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം അതാണ് വിശേഷണം എന്ന്. സോ ഇവിടെ ക്ലാസ് എന്നാണ് അർത്ഥം, അത് വിശേഷണമല്ല. അപ്പൊ ഇത് തെറ്റാണ്. ഇതിനടുത്ത് പഹ്ല, ഒന്നാമത്തെ നമ്പർ ആണ്, അല്ലേ? അപ്പൊ ഇത് ശരിയാണ്. ഇനി വേറെ ഉണ്ടോ നോക്കാം. ദിൻ എന്ന് പറഞ്ഞാൽ ദിവസം. അപ്പൊ ഇത് തെറ്റാണ്. ദിവസം എന്നുള്ളത് ഒരു വിശേഷണമാണോ? അല്ല, ഒരു നൗണാണ്, അല്ലേ? ദെൻ ചല്ല എന്ന് പറഞ്ഞാൽ എന്താണ്? വെർബാണ്, നടക്കുക എന്നാണ് അർത്ഥം. അപ്പൊ ശരിക്കും ആൻസർ ഏതാ? പഹ്ല, അല്ലേ? അപ്പൊ പഹ്ല എന്ന് എഴുതിയ ഒരു മാർക്ക് കിട്ടി. ദെൻ അടുത്ത് നോക്കിയാ പിച്ചിലെ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ എന്നാണ് അർത്ഥം. അതൊരു വിശേഷണല്ലേ? കഴിഞ്ഞ ദിവസം എന്ന് നമ്മൾ പറയില്ലേ? ദിവസങ്ങൾക്കെല്ലാം കഴിഞ്ഞ വർഷങ്ങൾക്ക് നമ്മൾ വിശേഷണം കൊടുക്കാറില്ലേ? ദെൻ അടുത്ത ഷാം, വൈകുന്നേരം എന്നുള്ള ഒരു വിശേഷണമല്ലല്ലോ. ദെൻ ടോക്കരി, കുട്ട എന്നാണ് അർത്ഥം, അതും ഒരു വിശേഷണമല്ല. ത്യോഹാർ, ഉത്സവം, അതും ഒരു വിശേഷണമല്ല. അപ്പൊ ആൻസർ ഏതാ? പിച്ചിലെ, അല്ലേ? ദെൻ അടുത്ത് നോക്ക്, എന്താ? ബച്ച, കുട്ടി എന്നുള്ള ഒരു വിശേഷണമാണോ? അല്ല, ഒരു സാധനമാണ്, അല്ലേ? ദെൻ ഫൂൽ, പൂ എന്നുള്ള ഒരു വിശേഷണമാണോ? അല്ല. പിന്നെ പീലെ, മഞ്ഞ, അതൊരു വിശേഷണമാണ്, ഒരു കളറല്ലേ? ഓക്കെ, അപ്പൊ അതാണ് ആൻസർ. ചുന്ന എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുക്കുക, അതും വിശേഷണമല്ല, ഒരു വെർബ്. ഓക്കെ മക്കളെ, ഇത്രയേ ഉള്ളൂ. അപ്പൊ ഈ 2 രീതിയിൽ ഏതെങ്കിലും ഒരു രീതിയിൽ മക്കൾക്ക് നിങ്ങളുടെ പബ്ലിക് എക്സാമിന് എന്ത് ചെയ്യാം, ഒരു വിശേഷണം തിരഞ്ഞെടുക്കാൻ വരാൻ ചാൻസ് ഉണ്ട്. ആദ്യത്തെ മെത്തേഡ് തന്നെ വരാൻ വേണ്ടി പ്രാർത്ഥിച്ചോളി. അങ്ങനെ വരാൻ പെട്ടെന്ന് നിങ്ങൾക്ക് ആൻസർ കണ്ടുപിടിക്കാൻ കഴിയും. അപ്പൊ എന്തായാലും മക്കളെ, ഓൾ ദ ബെസ്റ്റ്.